ഉപരാഷ്ട്രപതിയുടെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങൾക്ക് മറുപടി നൽകി NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഇരുവരുടെയും പ്രസ്താവനകൾക്ക് പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് എന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ല എന്നും NSS വ്യക്തമാക്കി. ക്ഷേത്രം പോലെ കാണുന്ന മന്നം സമാധിയിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന അംഗീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി അന്ന് കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിലേക്കാണെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത് ബാബു, ഒരുപക്ഷെ സമീപകാലത്ത് NSS നേരിട്ടതിൽ ഏറ്റവും ശക്തമായുള്ള വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഉപരാഷ്ട്രപതിയാണ് നേരിട്ട് പരോക്ഷമായിട്ടാണെങ്കിലും NSSന്റെ ലീഡർഷിപ്പിനെ വിമർശിക്കുന്നത് എന്നത് ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. സുരേഷ് ഗോപി പിന്നെ നേരത്തെയും അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ എങ്കിലും അതിനെ ഒരേ രാഷ്ട്രീയ പക്ഷത്ത് നിന്നുള്ള ശക്തമായിട്ടുള്ള വിമർശനം എന്ന് കാണണമല്ലോ. അതിനെ എങ്ങനെയാണ് NSS കാണുന്നത്, പ്രതികരിക്കുന്നത്? സനീഷ, ഇതിലെ പ്രധാനപ്പെട്ട പശ്ചാത്തലം ചങ്ങനാശ്ശേരി SB കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങൾക്കായി ഉപരാഷ്ട്രപതി നേരത്തെ എത്തിയിരുന്നു. അന്ന് ഇത്തരത്തിൽ അധികമായി ഇത്തരത്തിൽ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന ഷെഡ്യൂളുകൾ കൂടി കൂട്ടിച്ചേർത്തു. പക്ഷെ പിന്നീട് അത് വെട്ടിച്ചുരുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം അന്ന് NSS ജനറൽ സെക്രട്ടറി അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. വന്നത് വലിയ വാർത്തയായി. പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതിയുടെ ഇത്തരത്തിൽ ചടങ്ങ് ചുരുക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ഉൾപ്പെടെ ചെയ്തത് BJP ഉൾപ്പെടെ വലിയ രീതിയിൽ സംസ്ഥാനത്താകെ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ടായി. പക്ഷേ അതിന് പ്രധാനമായും യുദ്ധത്തിൽ ഈ കാര്യത്തിൽ വേണ്ടത്തിൽ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അനുമതി വാങ്ങിയത് ഉൾപ്പെടെ കൃത്യമായല്ല എന്നും അതുപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന ഉൾപ്പെടെ അങ്ങനെ നടത്താൻ കഴിയില്ല എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് NSS അനുമതി നിഷേധിച്ചത്. പക്ഷേ ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് NSSനെ സംബന്ധിച്ച് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ NSS ഈ കാര്യത്തിൽ നേരത്തെയും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും തന്നെ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു വിമർശനം നടത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി ഒരു പടി കൂടി കടന്ന് ശുദ്ധീകരണം നടക്കുമെന്നുൾപ്പെടെയുള്ള പ്രസ്താവനകൾ പ്രകടിപ്പിച്ചു. അതിനോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. ഈ ഡോഗ് സ്ക്വാഡുമായുള്ള പരിശോധന അംഗീകരിക്കാനാവില്ല. NSS ക്ഷേത്രം പോലും കാണുന്ന സ്ഥലമാണ് ഈ മന്നസമാധി. സുരേഷ് ഗോപി നേരത്തെ കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിലാണ്. അന്ന് തന്നെ അതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ഏതാണെങ്കിലും വിഷയത്തിൽ താൻ പരസ്യ പ്രതികരണത്തിൽ എന്ന നിലപാടിൽ തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി. മാത്രമല്ല, പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ എന്ന പ്രയോഗം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഭാഗത്തുനിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹം തയ്യാറല്ല. ഈ വിഷയം ഏതാണെങ്കിലും സമൂഹത്തിലാകെ ചർച്ചയാകുകയാണ്. NSS BJPയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കാര്യത്തിൽ ഉപരാഷ്ട്രപതി നേരിട്ട് തന്നെ ഉന്നയിച്ച ഈ വിമർശനം. അതിപ്പോൾ അതിനൊരു ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ള പ്രതികരണമാണ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശരി, നന്ദി അജിത്ത്. വിവരങ്ങൾക്ക് എന്തായാലും രാജ്യത്തെ ഭരണഘടനാ പദവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഉപരാഷ്ട്രപതി പദവിയിലുള്ളയാള് നമ്മുടെ സംസ്ഥാനത്തെ NSSനെ ആ നിലക്ക് വിമർശിച്ചിരിക്കുന്നു എന്നത് സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ വിഷയവും ചർച്ചയും ആവുകയാണ്.